കണ്ണൂരിലെ തെയ്യപ്രേമികൾ കാണാൻ കാത്തിരിക്കുന്ന തെയ്യമാണ് കണ്ടനാർ കേളൻ. തീയിലൂടെ ചാടിക്കടന്നുള്ള പ്രകടനമാണ് ഈ തെയ്യത്തിന്റെ സവിശേഷത. മനോഹരമായൊരു ഐതിഹ്യവുമുണ്ട് ഈ തെയ്യത്തിന് പിന്നിൽ. തീ കൊണ്ടുള്ള കളി ആവേശവും ആഘോഷവുമാണ് കേളന്. കേളന്റെ ഐതിഹ്യവും തീ പോലെ പൊള്ളുന്നത് തന്നെ. കണ്ണൂർ പയ്യന്നൂർ കുന്നരുവിലെ ഭൂപ്രഭുവായിരുന്ന മേലേടത്ത് ചക്കിക്ക് വയനാട്ടിലെ പൂമ്പുനംകാട്ടിൽ നിന്ന് കിട്ടിയ പൊന്നോമനയാണ് കേളൻ. അത്യധ്വാനിയായി വളർന്ന കേളൻ കൈമേയ് മറന്ന് പണിയെടുത്ത് കുന്നരുവിലെ കൃഷിഭൂമിയിൽ 100 മേനി കൊയ്തു. ഇത് കണ്ട് സന്തോഷിച്ച ചക്കി വയനാട്ടിൽ തൻ്റെ ഉടമസ്ഥതയിലുള്ള പൂമ്പുനവും കൃഷിയിലൂടെ സമൃദ്ധമാക്കാൻ ആഗ്രഹിച്ചു. കേളനെ അതിന് നിയോഗിക്കുകയും ചെയ്തു. വയനാട്ടിലേക്ക് പുറപ്പെട്ട കേളൻ നല്ല മദ്യലഹരിയിലായിരുന്നു. അവിടെ എത്തി പൂമ്പുനത്തിൻ്റെ ഭാഗമായ 4 കാടുകളും കേളൻ വെട്ടിത്തെളിച്ചു. 4ാമത്തെ കാട്ടിൽ ഉയർന്നു നിന്ന കരിനെല്ലി മരമൊഴിച്ച് മറ്റെല്ലാം വെട്ടി തീയിട്ടു. 4 പാടും തീ പടർന്നതോടെ കേളനത് ആഘോഷമാക്കി. തീയിൽ നിന്നും പുറത്തേക്കും തിരിച്ചകത്തേക്കും ചാടിക്കടന്ന് കളിച്ചു. ഇടയ്ക്ക് പക്ഷേ അഗ്നി ആളിപ്പടർന്നു. ആ നെല്ലിമരമല്ലാതെ മറ്റൊരു അഭയമില്ലാതായി. അതിലേക്ക് കയറി. ആ മരത്തിൽ വസിച്ചിരുന്ന 2 നാഗങ്ങൾ, കാളിയും കരാളിയും. തങ്ങളെ അപായപ്പെടുത്താൻ ആരോ എത്തിയെന്ന് കരുതി കേളന്റെ നെഞ്ചിലേക്കവർ ആഞ്ഞു കുത്തി. കേളനും നാഗങ്ങളും താഴെ എരിയുന്ന അഗ്നിയിലേക്ക് പതിച്ചു. വെന്ത് വെണ്ണീറായി. പോകെ പോകെ തീ അണഞ്ഞു. ഈ സമയത്താണ് വയനാട്ടുകുലവൻ നായാട്ടിനായി ഈ വഴി വന്നത്. നെഞ്ചിൻ്റെ ഇടതും വലതും 2 നാഗങ്ങളുമായി കരിഞ്ഞു കിടക്കുന്ന കേളനെ വയനാട്ടുകുലവൻ കണ്ടു. ചാരത്തിൽ ആഞ്ഞു തുഴിച്ചു. അതോടെ കേളനും നാഗങ്ങളും പുനർജനിച്ചു. ഞാൻ കണ്ടതിനാൽ നീ ഇനി മുതൽ കണ്ടനാർ കേളനെന്ന് വയനാട്ടുകുലവൻ പറഞ്ഞു. അങ്ങനെ മലബാറിൻ്റെ തെയ്യക്കാവുകളിൽ തീപ്പൊരി പറത്തുന്ന കണ്ടനാർ കേളൻ എന്ന തെയ്യം പിറന്നത്രേ. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.